തെങ്കാശിപ്പട്ടണം എന്ന സിനിമയിൽ ഞാൻ ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞതാണ്. അന്നൊരു നിയമം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടെന്ന് തോന്നുന്നല്ലേ, 10ാം ക്ലാസ് കഴിയാത്തവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ലാത്ത. അങ്ങനെ ആ ഒരു ചെറിയ വൃത്തികെട്ട നിയമത്തിന്റെ പുറത്ത് മഹാരാജ് കോളേജിൽ പോകാൻ ഭാഗ്യം കിട്ടാത്ത ഒരു വലിയ നിർഭാഗ്യവാനാണ് ഞാൻ. അത് ശരിക്കും സങ്കടപ്പെട്ടത് ഇന്നാണ്. ഇത്രയും പേരുടെയൊക്കെ ഒരുമിച്ചുള്ള പ്രസാദിന്റെ കൂട്ടുകാരുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോ. താങ്ക് യു. അങ്ങനെയുള്ള ഒരു പ്രസാദാണ്. പ്രസാദമായിട്ടുള്ള എന്റെ അടുപ്പം എന്ന് പറയുന്ന ചെറിയ കാലത്തെ അടുപ്പമൊന്നുമല്ല, സ്കൂൾ കാലഘട്ടം പോലുള്ള അടുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ്സുകൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്വല്പം മുമ്പിലായിരുന്നു. അന്ന് ഞാനായിരുന്നു ലീവില്. ഞാനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രസാദ് വന്ന് 1ാം ക്ലാസ്സിൽ ചേർന്നത്, അല്ലേ? വളർന്നു കണക്കുണ്ട്, എൻ്റെ അടുത്ത് കൃത്യമായുള്ള കണക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3ൽ പഠിക്കുന്നവനൊന്ന് 1 ചേർന്നു. അന്ന് എനിക്ക് കലാപരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കലാകാരനെ അല്ല. നമ്മുടെ സൈനികനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഉടനെ ചോദിക്കും, എന്ത് പറ്റിയുടെ ഇന്നും നീ കലാകാരനായില്ലോ, അന്നും നീ കലാകാരനല്ല എന്നവൻ ഉടനെ ചോദിച്ചിരിക്കും. പെട്ടെന്ന് പറഞ്ഞതാണ്. അന്ന് എനിക്ക് കലാപരിപാടികളായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അന്ന് പ്രസാദാണ് സ്കൂളിലെ വലിയ സ്റ്റാർ. പ്രസാദിന്റെ മോണായിട്ട് മിമിക്രി എന്നൊക്കെ പറയുന്നത് ഹരമാണ്. പ്രസാദ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിക്കണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രസാദിന് എന്റെ കൂടെ കിട്ടിയ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഒരു വലിയ സാക്രിഫൈസ് ചെയ്തു. 5ലും 6ലും മനഃപൂർവ്വം അവിടെ തോറ്റു. അങ്ങനെ 6ാം ക്ലാസ്സിൽ വെച്ച് പ്രസാദ് എന്റെ ക്ലാസ്സിലേക്ക് വന്നു. ശരിയല്ലേ കണക്ക്? അപ്പൊ നീ അന്നത്തെ കണക്ക് പറയുന്നത്. അങ്ങനെ ഒരുമിച്ചാണ് പിന്നെ 6, 7, 8, 9, 10 എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കവർ ചെയ്തത്. അപ്പൊ ആ കാലഘട്ടത്തിൽ എനിക്ക്, ഞാൻ പറഞ്ഞിട്ടില്ല, 4ാം ക്ലാസ് വെച്ചെന്തോ തന്നെ എന്റെ ഒരു അങ്കിള്, എന്റെ ഒരു കൊച്ചാപ്പൻ ഫാൻസി ഡ്രസ്സിന് ഒരു പെണ്ണിന്റെയൊക്കെ വേഷം കെട്ടിച്ചിട്ട് തള്ളിവിട്ടപ്പോ നടന്നു പോയിട്ടുണ്ട്. ഒന്നും പെർഫോം ചെയ്തില്ല, നടന്നുപോയി. അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ അന്ന് എന്റെ കൊച്ചാപ്പന്റെ 4 ഫ്രണ്ട്സും കൂടി 3 ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം ദിവസമായപ്പോഴേക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനകത്ത് ഒരാള് വന്നില്ല, പുള്ളിക്ക് പനിയായിപ്പോയി. അപ്പൊ എന്റെ അങ്കിള് വന്നിട്ട് പറഞ്ഞടാ, 4 പേര് വേണം ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കണമെങ്കിൽ, നീയും കൂടി ഒന്ന് കൂടാവോ? അപ്പൊ എനിക്ക് ഡാൻസ് എന്താണെന്ന് അറിയാൻ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. അല്ല, നീ പറഞ്ഞ് നിന്നാ മതി, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞൊരു ഡാൻസ്. പാട്ടൊക്കെ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, വെള്ളാരം കുന്തിലെ മുക്കുറ്റി പൂക്കളെ എന്നൊക്കെ തുടങ്ങുന്ന ഒരു ഗാനം. അന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിന് 2ാം സ്ഥാനം കിട്ടി. സെക്കൻഡ് പ്രൈസ് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അതൊക്കെ ചോദിക്കല്ലടാ, ശരിക്കും മത്സരിക്കാൻ 2 ടീമുണ്ടായിരുന്നു കുഴപ്പമില്ല. അങ്ങനെയാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അപ്പൊ അന്ന് മുതല് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇത് കൊള്ളാലോ, പ്രൈസ് കിട്ടാൻ ഏറ്റവും എളുപ്പം മത്സരത്തിന് ആളുകളില്ലാത്ത ഐറ്റത്തിന് പങ്കെടുക്കാന്നല്ല. ഈ ഗ്രൂപ്പ് ഡാൻസ് ആളില്ലാത്തതുകൊണ്ടാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ ലിസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അന്ന് മിമിക്രി മത്സരമില്ല. മോണോ ആക്ടിന് KS പ്രസാദ് ഉണ്ട്, പിന്നെ കുറെ ഡിഗ്രി പിള്ളേരുണ്ട്. അവരൊന്നും ചെയ്യില്ല എന്ന് നമുക്കല്ല ഉറപ്പാണ്. അപ്പൊ മാത്രമാണ് സ്റ്റാർ. അങ്ങനെ ഞാൻ ഇവിടെ എറണാകുളം മഹാരാജ് കോളേജിൽ ശ്രീനി എന്ന് പറയുന്ന ഒരാള് അവിടെ അവതരിപ്പിച്ച ഒരു മോണോ ആക്ട് മിമിക്രി പരിപാടി കണ്ടിട്ട് അതിലെ കുറച്ച് ഐറ്റമൊക്കെ കട്ടെടുത്തിട്ട് വന്ന് ഞാൻ ആ പ്രാവശ്യം മോണോ ആക്ട് പേര് കൊടുത്ത് മത്സരിച്ചു. ആ പ്രാവശ്യം എനിക്കും സമ്മാനം കിട്ടി. 1ാം സമ്മാനം അല്ല. നാളെ ഞാൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് 1ാം സമ്മാനം കിട്ടി, അതാണ് എന്റെ ഓർമ്മ. അപ്പൊ പറഞ്ഞില്ല, എനിക്കായിരുന്നു 1ാം സമ്മാനം, ലാലിന് 2ാം സമ്മാനം. ശരി, ആയിക്കോട്ടെ, ഇതിനുള്ള ഓർമ്മയുള്ളതാണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ. ആ സമ്മാനം കിട്ടിയപ്പോ, എനിക്ക് മോണാക്ട് സമ്മാനം കിട്ടിയപ്പോൾ ഞാൻ കൊള്ളാതെ, ഞാൻ നടനാണല്ലോ, എന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ എന്തെങ്കിലും ഈ വീട്ടിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ 100% പ്രസാദാണ്. നിമിത്തം പ്രസാദ് തന്നെയാണ്. പ്രസാദ് അന്നും ഈ എന്താ പറയുക, ഇവന് ശരിക്കും പറഞ്ഞ പാഷൻ എന്നൊക്കെ പറയില്ലേ, അഭിനിവേശം എന്നൊക്കെ പറയുന്നു, സ്നേഹം. ഇവന് ഈ മിമിക്രി എന്ന് പറയുന്ന കലയോട്, സ്റ്റേജിനോടൊക്കെ ഉള്ള ഒരു ഭ്രാന്ത് അന്നേ കാണാമായിരുന്നു. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചില ശബ്ദങ്ങൾ ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞങ്ങളൊക്കെ ഈ മിമിക്സ് പരിപാടിയൊക്കെ തുടങ്ങാനൊക്കെ തീരുമാനിച്ച ടൈമില് നമുക്കൊരു വെടിക്കെട്ടിൽ നിന്ന് പരിപാടി ആരംഭിക്കാം. കേരളത്തിന്റെ ഒരു തൃശ്ശൂർ പൂരത്തിൽ നിന്ന് ആരംഭിക്കാമെന്നൊക്കെ തീരുമാനിച്ചു. ഒരു ഐഡിയ കിട്ടും.
എങ്ങനെയാണ് ശബ്ദങ്ങളെന്നെ പറ്റി ധാരണയൊന്നുമില്ല. ഒരു ദിവസം എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ പ്രസാദിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സെന്റ് ജോസഫിന്റെ അടുത്ത് പ്രസാദ് ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ട് ഇറങ്ങി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കൂ കൊണ്ട് പ്ലേ ചെയ്തു. ശരിക്കും ഓലപ്പടക്കം പൊട്ടുന്നതിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ചെയ്യും. നല്ലതാ പടക്കം പൊട്ടുന്നല്ലേ? ഞാൻ തൊണ്ടോണ്ടുണ്ടാക്കിയ അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്നു. ആ വർക്ക് അവന്റെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ട്. ഈ പാഷൻ എന്നൊക്കെ പറയുന്നതിനകത്ത് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടണമെന്നില്ല. പാഷനും അതുമായിട്ട് സ്നേഹിച്ച് നടക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിന് സംതൃപ്തി നൽകും. പ്രസാദ് 100% ആ പാഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കൂട്ടത്തില് പ്രശസ്തിയും സാമ്പത്തികമായിട്ടുള്ള ഗുണവും വിജയവും സക്സസും എല്ലാം പ്രസാദം തേടി വന്നു. അത് ഇയാളുടെ ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല മിമിക്രി ഫീൽഡിലുള്ള എത്രയോ പേര് പ്രസാദാണ് സ്റ്റേജിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ടുള്ളത്. അങ്ങനെ പ്രസാദ് വഴിയായിട്ട് വന്നിട്ടുള്ള മിമിക്രിക്കാരുടെ എണ്ണം പറയാനില്ല, സിനിമാക്കാരുടെ എണ്ണം പറയാനില്ല. ഒരുപാട് നടന്മാരുണ്ട് പ്രസാദ് ലീഡ് ചെയ്ത് കൊടുത്തിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. പ്രസാദിനെ അഭിനയിക്കാനായിട്ട് പല പടത്തിലും വിളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ പ്രസാദ് അതിനൊന്നും തല കൊടുത്തിട്ടില്ല. അത് നന്നായെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇതിന്റെ അഭിനയമല്ല ഇതിന്റെ ഫീൽഡ് ചെയ്തെങ്കിൽ ഒരു കണ്ടക്ട് ചെയ്യുക, ആളുകളെ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കലാഭവനില് അച്ഛനും ഷേളിക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ കഴിവാണ് സംഘടന. അതിനുള്ളൊരു കഴിവ്. ഇവിടെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് കലാഭവന്റെ കമലഹാസനും അവരൂരൊക്കെ വരുന്നൊരു പരിപാടി, യേശുദാസ് പ്രവർത്തിക്കും. അന്ന് കാലത്ത് ഞാൻ കലാഭവൻ ചെല്ലുമ്പോൾ അവിടെ നോർമൽ കലാഭവൻ അവിടുത്തെ കാര്യങ്ങൾ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ അച്ഛനൊക്കെ അവിടെ. അപ്പൊ എനിക്ക് ഇന്നലെ പരിപാടി ആണ്, പക്ഷെ ഒരു ടെൻഷനും ഇല്ലാതെ എന്നാൽ എന്ത് വൃത്തിയായിട്ടാണ് അന്ന് അവിടെ പരിപാടി നടക്കുന്നത്. അതൊക്കെ അച്ഛന്റെ ഭീകരമായിട്ടുള്ളൊരു കഴിവാണ്. ആ കഴിവ് പ്രസാദിനും ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രസാദിന്റെ ഏറ്റവും വലിയ വിജയം. ഇനിയും ഉണ്ടതൊന്നും അല്ല, ഞാനൊക്കെ ഉണ്ടാകാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ പിള്ളേർക്കൊക്കെ ഇനിയും പ്രസാദിന്റെ പരിപാടികൾ 19 കൊല്ലം കഴിഞ്ഞാലും സ്റ്റേജിൽ കാണാൻ പറ്റും. 75 വർഷം, അതെ 25 വയസ്സ്, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ അവന് വിജയമായിട്ട് വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടാകട്ടെ എന്ന് എന്റെ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.